السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. خذ العفو وأمر بالعرف وأعرض عن الجاهلين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. وعلى أمة سيدنا ومولانا محمد. പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആല നാം ഒരുമിച്ച് കൂടിയതുപോലെ അവന്റെ സ്വലോക സ്വർഗ്ഗത്തിൽ നമ്മെ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ഈ ക്ലാസ്സിൽ മുടങ്ങാതെ വന്നിരുന്ന സഹോദരിമാര് പലരും രോഗികളാണ്, സഹോദരങ്ങൾ പലരും രോഗികളാണ്. അല്ലാഹു അവരുടെ രോഗങ്ങളെയൊക്കെ നീ ശിഫയാക്കണേ റഹ്മാനെ. പലരും മരണപ്പെട്ടുപോയി, അവരുടെയൊക്കെ ബർസഖിയായ ലോകം നീ ഖൈറിലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇന്ന് സ്വല്പനേരം നിങ്ങളോട് സംസാരിക്കുന്നത്, ലോകം ഇന്ന് വാശിയുടെ ഒരു പുറത്താണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയമായിട്ടുള്ള വാശി, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വാശി, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള വാശി, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വാശി, ജ്യേഷ്ഠാനുജന്മാര് അയൽക്കാര് തമ്മിൽ, ഇങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു വാശി പുറത്ത് ജീവിക്കുന്ന ഒരുപാട് ആളുകളെ കാണാം. ആരും വിട്ടുകൊടുക്കൂല, ആരും താഴാൻ സന്നദ്ധരാവുകയില്ല. ഇങ്ങനെയുള്ള ഒരു മനോഭാവം യഥാർത്ഥത്തിൽ ഇസ്ലാം ഇതിനെക്കുറിച്ച് എന്താണ് സൂചിപ്പിക്കുന്നത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് സ്വല്പനേരം പറയാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കലും ഈ രീതിയിലുള്ള വാശി കൊണ്ടുള്ള ഒരു ജീവിതം അതൊരു മനുഷ്യന്റെ നന്മക്ക് കാരണമാവുകയില്ല, മറിച്ച് തിന്മക്കാണ് അത് കാരണമാവുക. അതേപോലെ വാശി നടിച്ച് ഒരാൾ വിജയിക്കുന്നുവെങ്കിൽ അത് യഥാർത്ഥത്തിലുള്ള വിജയമല്ല, താൽക്കാലിക വിജയമാണ്. യഥാർത്ഥത്തിൽ അത് തോൽവിയായിരിക്കും എന്നതാണ് ഹദീസുകളും ആയത്തുകളൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. താൽക്കാലികമായിട്ടുള്ള ഒരു വിജയം വാശി കൊണ്ട് നേടുമെങ്കിലും യഥാർത്ഥത്തിൽ ഒരാൾ വാശി പിടിക്കുകയാണെങ്കിൽ അവന്റെ ആ വാശി അങ്ങോട്ട് വിട്ടുകൊടുക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ അവിടെ വിജയിക്കുന്നത്, അവനാണ് അവിടെ ജയിക്കുന്നത് എന്നതാണ് ഹദീസിന്റെ ഭാഷ്യം. അല്ലാഹു സുബ്ഹാനഹു തആല അങ്ങനെയുള്ളൊരു ചിന്തയും കാഴ്ചപ്പാടും നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. സഹോദരിമാരൊക്കെ ഇന്നത്തെ ക്ലാസ് വളരെയേറെ ശ്രദ്ധിക്കണം. പല കുടുംബ കലഹങ്ങൾക്കും കുടുംബ പ്രശ്നങ്ങൾക്കൊക്കെ ഹേതുവാകുന്നത് ഈ ചില വാശികളാണ്. ആരും വിട്ടുകൊടുക്കൂല, ആങ്ങൾക്ക് പെങ്ങളും വിട്ടുകൊടുക്കൂല, പെങ്ങൾക്ക് ആങ്ങളെയും വിട്ടുകൊടുക്കൂല. അങ്ങനെയുള്ള ഒരു ജീവിതമായി നമ്മുടെ ജീവിതം മാറിയിരിക്കുകയാണ്. എന്തിനൊക്കെ വേണ്ടി വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത് സൂറത്തുൽ അഅറാഫിലൂടെ അല്ലാഹു പറയുന്നു, ഖുദിൽ അഫ്വ വഅ്മുർ ബിൽ ഉർഫി വഅഅരിദ് അനിൽ ജാഹിലീൻ. ഖുദിൽ അഫ്വ, നീ വിട്ടുവീഴ്ച ചെയ്യുക, വഅ്മുർ ബിൽ ഉർഫി, നല്ലതുകൊണ്ട് നീ കൽപ്പിക്കുക, വഅഅരിദ് അനിൽ ജാഹിലീൻ, അറിവില്ലാത്തവരിൽ നിന്ന്, അറിവുകേടിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു കളയുകയും ചെയ്യുക. വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. 3 കാര്യമാണ് ഈ ആയത്തിലൂടെ പറയുന്നത്. ഒന്ന്, വിട്ടുവീഴ്ച ചെയ്യുക. ഏതൊരാൾക്കും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, നമ്മൾ നല്ലത് പറഞ്ഞു കൊടുക്കുക.
അറിവില്ലാത്തവരെന്തെങ്കിലും പറഞ്ഞാൽ അതിന്റെ പുറകെ കൂടാതെ അവരെ നമ്മൾ അവഗണിക്കുക. മറ്റൊരു ഹദീസിൽ നബി തങ്ങൾ പഠിപ്പിക്കുന്നു ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞു, അത്തവാളുഉ ലാ യസീദുൽ അബ്ദ ഇല്ലാ റിഫഅ. ഒരു മനുഷ്യൻ വിനയം കാണിക്കുന്നുവെങ്കിൽ അത് അവന് ഉയർച്ചയെ അല്ലാതെ നൽകുകയില്ല. വിനയം ഉയർച്ചയാണ്. വാശി പിടിച്ച് അത് നേടിയെടുക്കുന്നു എന്ന് പറയുന്നവൻ തോൽവിയാണ്. അള്ളാന്റെ റസൂലാണ് ഇത് പഠിപ്പിക്കുന്നത്. വിനയമാണ് വിജയം. അതുകൊണ്ട് നിങ്ങൾ വിനയം കാണിക്കുക. വിനയമാണ് വിജയം. വിനയമുള്ള ആളെ അല്ലാഹു ഉയർത്തും. അതുകൊണ്ട് നിങ്ങൾ വിനയം കാണിക്കുക. എങ്കിൽ അല്ലാഹു തആല നിങ്ങളെ ഉയർത്തും. അല്ലാഹു ഉയർത്തണം, അല്ലാഹു താഴ്ത്തണം. അപ്പോഴേ ഉയർച്ചയും താഴ്ചയുമുള്ളൂ. അല്ലാഹു ഉയർത്തുമ്പോഴേ നമ്മൾ ഉയരൂ, അല്ലാഹു താഴ്ത്തുമ്പോഴേ നമ്മൾ താഴൂ, അല്ലെങ്കിൽ താഴുകയില്ല. അധികാരങ്ങൾ, മേൽക്കോയ്മകൾ, ഇതൊക്കെ കേവലം സാങ്കല്പികം മാത്രമാണ്. ഞാൻ നിങ്ങളുടെയൊക്കെ ഉസ്താദാണ്, ഇത്രയും വർഷങ്ങളായിട്ട് ഖതീബാണ്. എന്നെ ഇന്ന് വൈകുന്നേരം കമ്മിറ്റി കൂടി തീരുമാനിക്കുന്നു, നാളെ മുതൽ ഉസ്താദ് ഇവിടെ സേവനം ചെയ്യണ്ട എന്ന് തീരുമാനിച്ചാൽ എനിക്ക് പിന്നെ ഇവിടെ ഒരു അധികാരങ്ങളുമില്ല. എനിക്ക് പിന്നെ ഇതേപോലെ ഇവിടെ ആധികാരികമായി നിന്ന് നിങ്ങളിൽ എന്തെങ്കിലും കാണുമ്പോൾ അത് പറഞ്ഞു തരാനും, ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ ആ അധികാര സ്ഥാനങ്ങളിൽ നിന്നെല്ലാം ഒറ്റയടിക്ക് എന്നെ മാറ്റപ്പെടുകയാണ്. അധികാരങ്ങൾക്ക് അത്രയേ ഉള്ളൂ. ഇനി ഒരു പള്ളിയുടെ പ്രസിഡന്റ് ആവട്ടെ, സെക്രട്ടറി ആവട്ടെ, ഒരു സുപ്രഭാതത്തിൽ എല്ലാം നിയന്ത്രിച്ചിരുന്നവരാണ്. അടുത്തൊരു യോഗത്തിൽ മാറി സെക്രട്ടറി പ്രാവശ്യം മാറണം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ പ്രസിഡന്റ് മാറണം എന്ന് പറയുമ്പോ, അതുവരെ യോഗങ്ങളിരുന്ന നേതൃസ്ഥാനത്തിരുന്ന ഒരാൾ ഒറ്റൊരു സുപ്രഭാതത്തിൽ അല്ലാത്തൊരു ഭാഗത്തേക്ക് മാറ്റിപ്പെടുകയാണ്. ഇത് രാഷ്ട്രീയപരമായിട്ട് നോക്കൂ. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള നമ്മുടെ മുഖ്യമന്ത്രി പരാജയപ്പെട്ട പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോഴുള്ള ഒരു വിലയുമില്ല. അദ്ദേഹം ഒരു സാധാരണക്കാരനായി. സാധാരണക്കാർ അവിടെ വന്ന് ചെയ്യുന്നത് പോലെയുള്ള കാര്യങ്ങളെ അവർക്കും ചെയ്യാനുള്ളൂ. ഇങ്ങനെ ഏത് അധികാര സ്ഥാപനങ്ങളാണെങ്കിലും ഗവൺമെന്റ് ഉദ്യോഗങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാൾ ഒരു റിട്ടയർഡായി കഴിഞ്ഞാൽ, അത് പോലീസ് ഉദ്യോഗസ്ഥനാവട്ടെ അല്ലാത്തവരാവട്ടെ, റിട്ടയർഡായി കഴിഞ്ഞാൽ പിന്നെ അതുവരെ അവർക്കുണ്ടായിരുന്ന അധികാരങ്ങളൊന്നുമില്ല. എല്ലാം പോയി. അത്രയേ ഉള്ളൂ. മനുഷ്യൻ അത്രയേ ഉള്ളൂ. പിന്നെ എന്തിനീ പിടിവാശി? എന്തിനാണ് പിടിവാശി? മരണപ്പെട്ടു പോകൂലേ നമ്മളൊക്കെ? ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ വളരെ വിഷമത്തോടുകൂടെ കേട്ട ഒരു വാർത്തയുണ്ട്. വിദേശത്ത് ഒരു 4 ചെറിയ കുട്ടികൾ, ഒരു കുടുംബം മുഴുവൻ ആക്സിഡന്റിൽ പെട്ടുകൊണ്ട് ആ ചെറിയ കുരുന്നുകൾ അടക്കം 4 പേരും മരണപ്പെട്ടിരിക്കുകയാണ്. വല്ലാത്തൊരവസ്ഥയാണ്. ആലോചിച്ച് നോക്കൂ. ഒരു കുടുംബത്തിൽ നിന്ന്, അതും ചെറിയ മക്കൾ, പൊന്നോമന മക്കൾ, 4 പേര് ഒറ്റയടിക്ക് ഈ ലോകത്ത് നിന്ന് അങ്ങോട്ട് വിട പറഞ്ഞു പോകുമ്പോ ആ ഉമ്മയുടെ മാതാവിന്റെ കുടുംബക്കാരുടെ മനസ്സിന്റെ ഉള്ളിലെ നീറ്റൽ എത്രത്തോളമായിരിക്കും? അല്ലാഹു അവർക്ക് സ്വബർ നൽകുമാറാവട്ടെ, ക്ഷമ നൽകുമാറാവട്ടെ. സ്വർഗത്തിൽ അവരെ സ്വീകരിക്കാൻ നേരത്തെ പോയ അതിഥികളായി സ്വർഗത്തിൽ അല്ലാഹു ആ കുഞ്ഞുങ്ങളെ അവർക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ഞാൻ പറയുന്നു, ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കഥ. ഇത്രയേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. പിന്നെ എന്തിനീ വാശി? എന്തിനീ ഒരു വാശി പിടിക്കണം? ഒന്ന് താഴ്ന്നു കൊടുക്കുക. ഖുർആൻ പറയുന്നത് അതാണ്. താഴൽ ജനങ്ങളെ നിങ്ങളുടെ താഴ്ചയല്ല, അത് നിങ്ങളുടെ വിജയമാണ്. വാശി പിടിച്ച് ജയിക്കൽ ജനങ്ങളെ നിങ്ങളുടെ ജയമല്ല, അത് നിങ്ങളുടെ തോൽവിയാണ്. വിശുദ്ധ ഖുർആൻ ഹദീസിന്റെ വചനങ്ങളിലൂടെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നതാണ് ഉമ്മമാരെ. പിന്നെയോ അതാണ് നബി തങ്ങൾ പറയുന്നത്, നിങ്ങൾ വിനയം കാണിക്കുക. എങ്കിൽ അല്ലാഹു നിങ്ങളെ ഉയർത്തും. വൽ അഫ്വു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ലാ യസീദുൽ അബ്ദു ഇല്ലാ ഇസ്സ, അതേപോലെ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യന് പ്രതാപമല്ലാതെ ഉന്നതിയല്ലാതെ അല്ലാഹു കൊടുക്കൂല. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന മനുഷ്യന് പ്രതാപമേ കിട്ടൂ.
പ്രത്യക്ഷത്തിൽ നോക്കുമ്പോ വിട്ടുവീഴ്ച ചെയ്യുന്നത് ഒരു തോൽവിയല്ലേ, അതൊരു കുറച്ചിലല്ലേ എന്നൊക്കെ തോന്നുമെങ്കിലും നബി തങ്ങൾ പഠിപ്പിക്കുന്നത് കുറച്ചിലല്ല, അവനാണ് ഉന്നതി ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുക, അല്ലാഹു നിങ്ങളെ ഉന്നതിയിലാക്കും. അതേപോലെ തന്നെ ദാനധർമ്മം ഒരിക്കലും അവന്റെ സമ്പത്തിൽ കുറവ് വരുത്തുകയില്ല. അതുകൊണ്ട് ഫതസദ്ദഖൂ, നിങ്ങൾ സ്വതക്ക കൊടുക്കുക. അല്ലാഹു തആല നിങ്ങൾക്ക് കരുണ ചെയ്യും. അവൻ ഇങ്ങോട്ട് തന്നിട്ടില്ല, ഇങ്ങോട്ട് തന്നതിന്റെ തോതനുസരിച്ച് കൊണ്ട് തിരിച്ചു കൊടുക്കാൻ നിൽക്കണ്ട. നമ്മളെ കൊണ്ട് കഴിയുമോ ഇങ്ങോട്ട് സഹകരിച്ചോ ഇല്ലയോ എന്ന് നോക്കണ്ട, അങ്ങോട്ട് നമ്മൾ സഹകരിക്കുക. ഈ ഹദീസിൽ പറഞ്ഞ ഈ 3 സ്വഭാവങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരാൾ കൊണ്ടു നടന്നാൽ അവൻ വിജയിക്കും. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക. ഉമ്മമാരെ, നമ്മളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. വിനയം കാണിക്കുക. വിനയം കാണിച്ചാൽ നിങ്ങൾക്ക് ഉയരാം. അള്ളാന്റെ റസൂല് പറയാം, നിങ്ങൾ മാപ്പ് കൊടുക്കുക. മാപ്പ് കൊടുത്താലും നിങ്ങൾക്ക് ഉയർച്ചയേ ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ ദാനം കൊടുക്കുക. ദാനം ഒരിക്കലും നിങ്ങളുടെ സമ്പത്തിൽ കുറവ് വരുത്തൂല, അത് നിങ്ങൾക്ക് കൂടുതലാവുകയേ ഉള്ളൂ. അള്ളാന്റെ റസൂലിന്റെ വചനമാണ് ഇത്, കള്ളമല്ല, ഇത് സത്യമാണ്. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് കയ്പാണ്, പ്രയാസമാണ് ഉണ്ടാവുക. ഈ 3 കാര്യവും മനുഷ്യന്റെ സ്വഭാവം അനുസരിച്ച് കൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രയാസം ഉണ്ടാക്കുന്നതാണ്. കാരണം വിനയം കാണിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റൂല. നമുക്ക് അവന്റെ മേലെയാവാനാണ് ആഗ്രഹം. താഴ്ന്നു കൊടുക്കൂല, നമ്മൾ മാപ്പ് കൊടുക്കൂല. അവൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്, ഞാൻ എങ്ങനെയാ അങ്ങനെ ചെയ്യണെന്നാ പറയുള്ളൂ. മാപ്പ് കൊടുക്കാൻ നമുക്ക് തയ്യാറാവൂല. ഇതൊക്കെ കുറച്ചിലാണ്. കാശ് കൊടുക്കാൻ നമുക്കൊരു വലി വരും. ഇതൊക്കെ പ്രത്യക്ഷത്തിൽ നമുക്കൊരു പ്രയാസം ഉണ്ടാക്കുന്നതാണെങ്കിലും ഇതിന്റെ പിന്നിലെല്ലാം വലിയ വിജയങ്ങളുണ്ട് എന്ന് വിശുദ്ധ ഹദീസിന്റെ വചനങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഓർമ്മപ്പെടുത്തി തരികയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഇതാ. കുറെ നിസ്കാരവും നോമ്പും ഖുർആനോത്തും ഒക്കെ ഇന്ന് ജനങ്ങൾക്കുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യത്വപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇന്ന് അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആനോതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, ഒരുപാട് അവരവർ പ്രത്യക്ഷത്തിലൊക്കെ നല്ലവരാന്ന് നമുക്ക് തോന്നും. പക്ഷേ ഇങ്ങനെ വാശിയും വൈരാഗ്യവും കുടുംബങ്ങളിലും അയൽക്കാരിലും ഭാര്യ ഭർത്താക്കർ മക്കൾ തമ്മിലൊക്കെയുള്ള കലഹങ്ങളും പ്രശ്നങ്ങളും ഇന്ന് പഴയ കാലത്തിനേക്കാൾ കൂടുതലായിരിക്കുകയാണ്. എന്നാൽ അതാണ് അടിസ്ഥാനപരമായി മാറേണ്ടത്. ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് വരുന്ന സമയത്ത് ജാതീയതയുടെയും അതേപോലെ മുതലാളിത്തത്തിന്റെയും ഒക്കെ കിരാതമായ കാഴ്ചപ്പാടുകൾ നിലനിരുന്ന കാലഘട്ടമാണ്. ആ സമയത്ത് അടിമകളെ നീചരായി കണ്ട് മനുഷ്യരായി പോലും പരിഗണിക്കാത്തൊരു സമൂഹത്തിൽ അവർക്ക് നബി തങ്ങൾ ആദ്യമായി പഠിപ്പിച്ചത്, നിങ്ങളിൽ ഒരാൾക്കും മറ്റൊരാളെക്കാൾ ഒരു സ്ഥാനവുമില്ല. ജനങ്ങളെ, ഭംഗിയുണ്ടോ, ഭംഗിയില്ലാത്തതിന്റെ പേരിൽ നിങ്ങൾ ആക്ഷേപിക്കല്ലേ. തറവാടിന്റെ മഹിമയോ, അതില്ലാത്തവനെ നിങ്ങൾ ആക്ഷേപിക്കല്ലേ. നിങ്ങൾക്ക് സമ്പത്തുണ്ടോ, അതില്ലാത്തവന്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കരുത്. ഇതൊന്നുമല്ല ഒരു മനുഷ്യന്റെ വിജയത്തിന്റെ നിദാനം. അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള കാഴ്ചപ്പാടാണ്. അവന്റെ ഹൃദയത്തിൽ അല്ലാഹുവിനെ കൊണ്ട് നടക്കലാണ്. അതുകൊണ്ട് ഭംഗിയോ തറവാടിത്തമോ സമ്പത്തോ അല്ല നമ്മുടെ വിജയത്തിന്റെ നിദാനം. ആ ഒരു കാഴ്ചപ്പാട് നമ്മുടെ ഖൽബിലേക്ക് വന്നാൽ പിന്നെ നമുക്ക് ഒരാളോടും പകയും ദേഷ്യവും ഒന്നും ഉണ്ടാവില്ല. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത് അതാണ്. വൈരാഗ്യത്തിലും ശത്രുതയിലുമായിരുന്ന നിസ്സാര കാര്യങ്ങൾക്ക് പോലും മാസങ്ങളോളം പരസ്പരം യുദ്ധം ചെയ്തിരുന്ന ആ ഒരു സമൂഹത്തെ സ്നേഹത്തിന്റെ വക്താക്കളാക്കി മാറ്റി, വെറുപ്പില്ലാത്ത ജനങ്ങളാക്കി മാറ്റി, സ്നേഹത്തിന്റെ പുതിയ പര്യായങ്ങളാക്കി മാറ്റി. ഹബീബുനാ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല അങ്ങനെയുള്ളൊരു മനസ്സ് നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ഇനി മറ്റൊരു സംഭവം കാണാം. ഇത് നമുക്ക് നല്ല കൈപ്പുള്ളതാണ്. പെട്ടെന്നൊന്നും നമ്മളെ കൊണ്ട് പറ്റൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ബഹുമാനപ്പെട്ട
ഉഖബത്ത് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് പറയുന്നത്. ലഖീതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമൻ. ഉഖബത്ത് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ ഒരിക്കൽ നബി തങ്ങളെ കണ്ടുമുട്ടി. നബി തങ്ങളെ കണ്ടപ്പോ വേഗം ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് ചെന്നു. നബി തങ്ങളുടെ കൈ ഞാൻ ഇങ്ങോട്ട് പിടിച്ചു. നബി തങ്ങളുടെ കൈ പിടിച്ചപ്പോ നബി തങ്ങൾ എന്നോട് പറയുകയാണ്, യാ ഉഖബ, എന്റെ പൊന്നാര ഉഖബ, ഉഖബത്തെ, നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ? ഇഹബര ലോകത്തുള്ളവരുടെ ഏറ്റവും ഉത്തമമായ സ്വഭാവം ഏതാണെന്ന് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഏറ്റവും നല്ല സ്വഭാവം, ഏറ്റവും നല്ല ഗുണം, വിചാരണ കൂടാതെ പരലോകത്ത് സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരു ഗുണം നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ? ഉഖബ പറഞ്ഞു തരൂ നബിയെ, ഏതാണ് ആ ഗുണം? വിചാരണയില്ലാതെ സ്വർഗത്തിൽ കടക്കാൻ പോകുന്ന ആ ഗുണം നബി തങ്ങൾ വിശദീകരിക്കുകയാണ്. നിന്നോട് ബന്ധം മുറിക്കുന്നവരോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കുക മോനെ. ആർക്കാ പറ്റുക? ഇങ്ങോട്ട് ബന്ധം മുറിക്കുന്നവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക. റസൂലുള്ള തങ്ങൾ പറയാണ്, ഇന്നത്തെ കാഴ്ചപ്പാട് നമ്മൾ മാറേണ്ടതല്ലേ? കണ്ടാ മിണ്ടൂല്ല, ഉള്ളിനകത്ത് പകയാണ്, പുറമെ എങ്ങനെ ചിരിച്ചു നടിക്കും. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനാണെങ്കിലും അവന്റെ അടുത്താണ് തെറ്റ്, എന്റെ അടുത്താണ് തെറ്റ് എന്ന് നോക്കണ്ട. അവന്റെ അടുത്ത് തെറ്റായിട്ട് തന്നെ അവൻ മിണ്ടാതെ നടക്കുകയാണെങ്കിലും നീ അങ്ങോട്ട് പോയി സലാം പറഞ്ഞോ, അത് ഇഹപരത്തിൽ നിനക്ക് ഏറ്റവും ഗുണമുള്ള കാര്യമാണ്. രണ്ടാമത് നബി തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുത്തോ. ഒക്കെ എതിരാ. ഇങ്ങോട്ട് ബന്ധം മുറിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർക്കുക, ഇങ്ങോട്ട് തരാത്തവന് അങ്ങോട്ട് കൊടുക്കുക. ഒരു കുടുങ്ങിയ സമയത്ത് ഒരു 5000 രൂപ നമ്മളോട് ഒരാൾ കടം ചോദിച്ചു, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളോട് കടം ചോദിച്ചു. നമ്മൾ ചെന്നു, അയാൾക്ക് കാശുണ്ട് എന്ന് നമുക്കറിയാം, കുറി കിട്ടിയ വിവരം അറിഞ്ഞിട്ടാ നമ്മൾ ചെന്നത്. അയാൾ പറഞ്ഞു, എന്റെ അടുത്ത് കാശില്ല, ഇപ്പല്ല, ഉണ്ടേനൊക്കെ തീർന്നുപോയി, കള്ളം പറഞ്ഞതാന്ന് നമുക്കും അയാൾക്കൊക്കെ അറിയാം. അങ്ങനെ 1 മാസം കഴിഞ്ഞപ്പോ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വന്നു. നമുക്ക് ഒരു കുറി കിട്ടി, കുറച്ച് കാശ് കിട്ടി. അയാൾ വന്ന് നമ്മുടെ അടുത്ത് പറയാണ്, എനിക്കൊരു 50,000 രൂപ തരണം, അടുത്ത മാസം 1-ാം തീയതി ഞാനത് തന്നേക്കാം എന്ന് പറഞ്ഞാലോ? സാധാരണ കാഴ്ചപ്പാട് എങ്ങനെ? കുടുങ്ങിയ നേരത്തെ ഒരു 5000-ന് കഴിഞ്ഞ ആഴ്ച ഞാൻ എൻ്റെ അടുത്ത് വന്നപ്പോ നീ എനിക്ക് തന്നില്ലല്ലോ എന്ന് പറയൂല, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ അതായിരിക്കും. അത് വെച്ചുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഇല്ല, ഉണ്ടായിരുന്നു, നോക്കപ്പോ തീർന്നു പോയല്ലോ എന്ന് പറയും. ഇങ്ങനെയാണ് മനുഷ്യന്റെ സാധാ പ്രകൃതമെങ്കിൽ നബി തങ്ങൾ പറയുന്നു, അങ്ങനെയല്ല. നിന്നെ ഇങ്ങോട്ട് തടഞ്ഞവന് നീ അങ്ങോട്ട് കൊടുക്കുക. അങ്ങനെ കൊടുക്കാൻ നിനക്ക് കഴിയുമോ? അതേപോലെ തന്നെ നിന്നോട് ഇങ്ങോട്ടൊരാൾ പിണങ്ങിയിട്ടും നിന്നോട് ഇങ്ങോട്ടൊരാൾ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് നീ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. നമ്മളെ ഇങ്ങോട്ട് ആക്രമിച്ചതാണ്, അയാളെ എന്തും ചെയ്യാനുള്ള ത്രാണിയോ അധികാരവും കാശും ബലമൊക്കെ നമുക്കുണ്ട്. എന്നാലും പോട്ടെ എന്ന് പറഞ്ഞ അതിന് പ്രതികാര നടപടി എടുക്കാതിരിക്കാൻ നമുക്ക് കഴിയുക. വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഈ 3 ഗുണം നിനക്കുണ്ടോ? അത് ഉത്തമമായ സ്വഭാവമാകുന്നു എന്ന് ഹബീബുന ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര ആൾക്ക് ഇതൊക്കെ പറ്റുമെന്ന് ആലോചിച്ച് നോക്കുക. ഇതൊക്കെ ഉള്ള ആളാണ് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിം എന്ന് പറയുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള മനുഷ്യന്മാരെ നമുക്കൊന്ന് കാണാൻ കഴിയും. ഇങ്ങനെയൊക്കെ സ്വഭാവമുള്ള ഒരാളെ ലോകത്ത് എല്ലാവരും ഇഷ്ടപ്പെടും. സ്വഹാബികൾ അതാണ് ജനങ്ങളെ എല്ലാവരും ഇഷ്ടപ്പെട്ടത്. നബി തങ്ങളുടെ കാലത്ത് ദീനീ പ്രബോധനത്തിന് ഓരോ നാട്ടിലേക്ക് ജനങ്ങൾ ചെല്ലുകയാണ്. അവര് അവിടെയുള്ള ആളുകളോടൊക്കെ ഒരുപാട് ഖുർആൻ ഓതി കൊടുത്തിട്ടല്ല അവർ ഇസ്ലാമിലേക്ക് വരുന്നത്. അവരുടെ ജീവിതമായിരുന്നു, അവരുടെ പെരുമാറ്റമായിരുന്നു, അവരുടെ ജീവിതം തന്നെയായിരുന്നു ഖുർആൻ.
അവരുടെ ജീവിതം തന്നെയായിരുന്നു ഇസ്ലാം. ഒരാളോട് ഇടപാട് നടത്തുമ്പോൾ ആ ഇടപാടിൽ വഞ്ചനയില്ല, സത്യസന്ധതയാണ്. ഒരാളോട് സംസാരിക്കുമ്പോൾ അവരെ വെറുപ്പിക്കലില്ല, ഒരാളോടും പകയില്ല, ഒരു ദേഷ്യമില്ല. കാര്യം ഇത് കാണുമ്പോൾ എല്ലാവരും മനസ്സിലാക്കും, ഈ മനുഷ്യനെ പോലെയുള്ളവരായിരുന്നെങ്കിൽ. അങ്ങനെ അന്വേഷിക്കുകയാണ്, എന്താണ് ഇവരൊക്കെ ഇങ്ങനെയാവാൻ കാരണം? അതെ, അത് ഖുർആനിന്റെ അധ്യാപനമാണ്, അത് ഹദീസിന്റെ അധ്യാപനമാണ്. അങ്ങനെയാണ് അവർ ചിന്തിക്കുന്നത്. നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇസ്ലാം എത്തിയതായ കാലഘട്ടങ്ങളിൽ ജാതീയതയായിരുന്നു. നമ്മുടെ കേരളത്തിന്റെ ഒക്കെ ചരിത്രം പഠിക്കുന്ന സമയത്ത് കാണാം, ഇന്നിപ്പോ ഉത്തരേന്ത്യൻ ചില ഭാഗങ്ങളിലൊക്കെ അങ്ങനെയുണ്ട്. ഉയർന്ന ജാതിക്കാരായ ആളുകൾ, സവർണരായിട്ടുള്ള ആളുകൾ, അവർ പോകുന്ന വഴിയിലൂടെ അവർണരായിട്ടുള്ള ആളുകൾക്ക് നടക്കാൻ പറ്റുമായിരുന്നില്ല, മാറുമറക്കാൻ പറ്റുമായിരുന്നില്ല, മനുഷ്യന്മാരെ കാണാൻ പറ്റുമായിരുന്നില്ല. കഞ്ഞൊക്കെ കുടിക്കുന്നത് ഭൂമിയിൽ മണ്ണിൽ ഒരു കുഴി കുത്തി അതിലൊക്കെ ഇലകൾ വെച്ച് അതിലേക്ക് കഞ്ഞി വിളമ്പി കൊടുത്ത് കുടിക്കുന്ന അത്രയും അപകൃഷ്ടരായിട്ട് കണ്ടിരുന്ന ഒരു സമൂഹം ഒരു 100 കൊല്ലം മുമ്പ് നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്നു. അപ്പോഴാണ് മാലിക് ബിൻ ദിനാറും തങ്ങളൊക്കെ ഈ കേരളത്തിലേക്ക് വരുമ്പോ അവരാരെയും മാറ്റി നിർത്തണില്ല, അവരാരെയും ഒഴിവാക്കണില്ല, അവരെല്ലാരെയും കൈപിടിക്കുന്നു, കൂടെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, അങ്ങോട്ട് കൊടുക്കുന്നു, ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇവിടെയുള്ളതായ താഴ്ന്ന ജനങ്ങൾ ഇത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി. അവരെയൊന്നും ഇന്നേ വരെ കാണാനൊക്കെ നല്ല ചുറുചുറുക്കും ഭംഗിയൊക്കെ ഉള്ള ആളുകൾ കൈപിടിക്കുകയോ അവരെ കൂടെ ഇരുത്തുകയോ അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനോ പോലും തയ്യാറാവാതിരുന്ന അവർക്ക് ഇവരുടെ ഈ സുന്ദരമായ പെരുമാറ്റം കണ്ടപ്പോൾ അവരുടെ മനസ്സ് മാറുകയാണ്. എന്താണ് അതിന് കാരണം? മനുഷ്യത്വം, മനുഷ്യനെ മനുഷ്യനായി കാണാനുള്ള ഒരവസരം അവർ മനസ്സിലാക്കി. അങ്ങനെയാണ് അവർക്ക് ഇസ്ലാമിലേക്ക് വന്നത്. വാശിയില്ല, അവിടെ വിവേചനമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനം ചെയ്ത ഇസ്ലാമിന്റെ സന്ദേശം ഇതാണ്. അത് തീവ്രവാദമല്ല, അത് ഭീകരവാദമല്ല. ഇന്നിപ്പോ ഇസ്ലാമിന്റെ ഇത്തരം സുന്ദരമായ കാഴ്ചപ്പാടുകളെ ആളുകൾ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട് പുകമറ സൃഷ്ടിച്ച് ഇസ്ലാം എന്നാൽ അത് ഭീകരമാണ്, അത് ഭീകരവാദമാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തി ഭീകരവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ചില ആളുകൾ. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്കൂ. നീ ഇങ്ങോട്ട് ബന്ധം ചേർത്തവനോടും അങ്ങോട്ട് ബന്ധം ചേർക്കണം ഇസ്ലാം. ഇങ്ങോട്ട് തരാത്തവന് നീ അങ്ങോട്ട് കൊടുക്കണം. അതേപോലെ നിന്നെ ഇങ്ങോട്ട് ഒരാൾ ആക്രമിച്ചാൽ മോനെ നിനക്ക് പ്രതികാരം ചെയ്യാൻ കഴിയുമെങ്കിലും നീ അവനക്ക് അഫ്വ് ചെയ്തു കൊടുക്കുന്നുവെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്, അതാണ് ഏറ്റവും അഭികാമ്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എത്രയെത്ര സംഭവങ്ങൾ കാണാം നമുക്ക് ഹദീസിന്റെ വചനങ്ങളിലൂടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സംഭവം തന്നെ കാണാം. മക്ക വിജയത്തിന്റെ നാള്, മക്ക വിജയം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ അറിയാലോ നബി തങ്ങളുടെ ചരിത്രം. സത്യസന്ധമായി നബി തങ്ങൾ അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതിന്റെ പേരിൽ മക്ക എന്ന് പറയുന്ന പിറന്നു വീണ നാട്ടിൽ നിന്നും മദീനയിലേക്ക് പോകേണ്ടി വന്നു അല്ലാഹുവിന്റെ റസൂലിന്. അവിടെ ചെന്നപ്പോഴും ആക്രമിച്ചു. ബദർ എന്ന് പറയുന്ന യുദ്ധമുണ്ടായി, ഉഹദ് എന്ന് പറയുന്ന യുദ്ധമുണ്ടായി. ഇതൊന്നും മക്കയിലല്ല, ഇതൊക്കെ മദീനയോട് അടുത്ത് നിൽക്കുന്ന പ്രദേശങ്ങളാണ്. മക്കയിലുള്ള ആളുകൾ മദീനയിലേക്ക് സ്വസ്ഥമായി ജീവിക്കുന്ന നബിതങ്ങളെ അങ്ങോട്ട് ചെന്ന് ആക്രമിക്കാനുള്ള തയ്യാറായതാണ് ഈ സംഘടനകളൊക്കെ. അങ്ങനെയൊക്കെ നടത്തിയിട്ടും നബിതങ്ങളെ ഒരുപാട് ദ്രോഹിച്ചിട്ടും നബിതങ്ങളോ വിശ്വസിച്ച ആളുകളെയൊക്കെ വളരെ ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ടും ആക്രമിച്ചിട്ടുമൊക്കെ ഈ മക്കക്കാരെ എന്തും ചെയ്യാനുള്ള ഒരു അവസരം അല്ലാഹുവിന്റെ റസൂലിന് വന്നു. അതാണ് മക്ക വിജയം. മദീനയിലെത്തിയ നബിതങ്ങൾ മക്കക്കാരെ സംഘട്ടനങ്ങളില്ലാതെ കീഴ്പ്പെടുത്തി നബിതങ്ങൾ മക്കയിലേക്ക് വന്നതായ സംഭവം. ആ സമയത്ത് അവിടെയുള്ള അതിക്രമകാരികളെല്ലാം പേടിച്ചു വിറച്ചുപോയി. കാരണം നബിതങ്ങൾ ഒരുപാട് ദ്രോഹിച്ചവരാണ്, നബിതങ്ങൾ ഒരുപാട് ആക്രമിച്ചവരാണ്. ഈ ആളുകളെ എന്തും ചെയ്യാനുള്ള അവസരം അല്ലാഹുവിന്റെ റസൂലിന് ലഭിച്ചപ്പോൾ നബിതങ്ങൾ നേരെ കഅബയുടെ, ഇന്നത്തെ നമ്മുടെ കഅബയുടെ അടുത്തേക്ക് ചെന്ന് നബിതങ്ങൾ ആ കഅബയെ ഒന്നിങ്ങനെ തവാഫ് ചെയ്ത് അവിടെ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചുകൊണ്ട് ആ കഅബയിലേക്ക് ഇങ്ങനെ കില്ല പിടിച്ചുകൊണ്ട് നബിതങ്ങൾ അവിടെ കൂടിയതായ ശത്രുക്കളുണ്ട്, എല്ലാവരും അവിടെയുണ്ട്. അവരോട് ചോദിക്കുകയാണ്, അല്ലയോ ജനങ്ങളെ, നിങ്ങൾ എന്ത് പറയുന്നു? നിങ്ങൾ എന്നെ
അതിക്രമിച്ചവരാണ്, നിങ്ങൾ എന്നെ ഇവിടെ നിന്നും മാട്ടിയോടിപ്പിച്ചവരാണ്, എന്നെ ഒരുപാട് ദ്രോഹിച്ചവരാണ്, നിങ്ങളെ ഞാൻ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങൾ പറയുന്നത്? അവരോട് ചോദിക്കുകയാണ്, എന്ത് പറയുന്നു നിങ്ങൾ? എന്ത് കരുതുന്നു നിങ്ങൾ? എന്താണ് നിങ്ങളെ കൊണ്ട് ഞാൻ ചെയ്യുന്നത് എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ആ സമയത്ത് അവർ പറയുകയാണ്, ഖുറൈശികൾ, നബി തങ്ങളുടെ കുടുംബങ്ങൾ തന്നെയാണല്ലോ ഖുറൈശികൾ. അവർ പറയുകയാണ്, താങ്കൾ ഞങ്ങളുടെ സഹോദരനാണ്, ഞങ്ങളുടെ പിതൃവ്യന്റെ പുത്രനാണ്, സഹനശീലനാണ്, ദയാലുവാണ്. ഇതവർ 3 തവണ ആവർത്തിച്ചു പറഞ്ഞു. എന്തും ചെയ്യാൻ നബി തങ്ങൾക്ക് അവരെ. ആ സമയത്ത് നബി തങ്ങളോട്, നീ മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹനശീലനാണ്, ഞങ്ങളുടെ പിതൃവ്യ പുത്രനാണല്ലോ, എല്ലാം സഹിക്കുന്നവനാണ്, മാപ്പ് കൊടുക്കുന്നവനാണ്, അങ്ങനെ ഒരു പ്രതീക്ഷ നിന്നിൽ ഞങ്ങൾക്കുണ്ട് എന്ന് പറയാതെ പറഞ്ഞപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറയുകയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞതുപോലെ ഇന്നിതാ നിങ്ങളോട് ഞാനും പറയുകയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞതായ സംഭവം ഖുർആൻ അവിടെ പറയുന്നുണ്ട്. ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റഹീമീൻ. ഇന്ന് എനിക്ക് നിങ്ങളുടെ പേരിൽ ഒരാളോടും ഒരാക്ഷേപവുമില്ല, ഒരാളോടും ഒരു വിദ്വേഷവുമില്ല, ഒരാളോടും ഒരു പ്രതികാര നടപടിയുമില്ല. അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അവൻ കാരുണ്യവാന്മാരിൽ വെച്ച് ഏറ്റവും കാരുണ്യവാനാണ് എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ സഹോദരങ്ങളോട് പറഞ്ഞ ഒരു സംഭവം ഖുർആനിലുണ്ട്. ഏതാണ് ആ സംഭവം? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ ചരിത്രം അറിയാലോ. യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സഹോദരങ്ങൾ ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു ചെന്നായ പിടിച്ചു എന്ന് പിതാവിനോട് കള്ളം പറഞ്ഞു. യൂസുഫ് നബി അലൈഹി ഇസ്ലാം കുറച്ചു ദിവസം ആ കിണറ്റിൽ കിടന്നു. അതിനുശേഷം ഒരു കച്ചവട സംഘം എടുത്തുകൊണ്ടുപോയി ഈജിപ്തിൽ കൊണ്ടുപോയി അടിമയാക്കി വിറ്റു. ഒരുപാട് കാലം അടിമയായി ജീവിച്ചു. അതിനിടയിൽ ഒരു പെണ്ണ് അധിക്ഷേപിച്ച് കള്ളക്കേസ് കൊടുത്ത് ജയിലിലായി. അത് കഴിഞ്ഞ് ആ മിസ്റിന്റെ അധിപനായി ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാം. ചുരുക്കി പറയാം, സൂറത്ത് യൂസുഫ് മുമ്പ് നമ്മൾ ക്ലാസ് നടത്തിയപ്പോൾ നമ്മൾ വിശദീകരിച്ചതാണ്. അന്ന് ഈ ചരിത്രങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ക്ലാസ്സിന് വന്ന സഹോദരിമാർക്ക് ഓർമ്മയുണ്ടാകും. ആ യൂസുഫ് നബി അലൈഹിസ്സലാം ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ചു. യൂസുഫ് നബി അലൈഹിസ്സലാമിനെ കിണറ്റിലിട്ടതാരാ? സ്വന്തം സഹോദരങ്ങൾ, ജ്യേഷ്ഠന്മാർ. ഈ ജ്യേഷ്ഠന്മാരാണ് കിണറ്റിൽ കൊണ്ടുപോയിട്ടത്. ആ കിണറ്റിൽ നിന്ന് മഹാനവറുകളെ കച്ചവട സംഘം രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞാൽ അവർ അടിമ ചന്തയിൽ കൊണ്ടുപോയി വിറ്റു. അങ്ങനെ അസീസ് രാജാവ് മേടിച്ചു. അവസാനം ജയിലിലായി. പിന്നെ അസീസ് രാജാവ് ഒരു സ്വപ്നം കണ്ട സംഭവമൊക്കെ നമുക്കറിയാം. അവസാനം അദ്ദേഹത്തെ മന്ത്രിയാക്കി. യൂസുഫ് നബി അലൈഹി ഇസ്ലാം അവിടുത്തെ പ്രധാനമന്ത്രിയായി വാഴുന്ന കാലം, അന്ന് അവിടെ മുഴുവൻ ക്ഷാമമുണ്ടായി, ധാന്യങ്ങളില്ല. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമാണ് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ പിതാവ്. അവർ കൻആൻ എന്ന് പറയുന്നതായ ഒരു ദേശത്തായിരുന്നു. ഇന്നത്തെ യമൻ എന്ന് പറയുന്ന ആ ഒരു പ്രദേശങ്ങളിലായിട്ട് വരും. ഈ കൻആനിലാണ് അവരുള്ളത്. അവിടെയും ഈ ഒരു പ്രശ്നമെത്തി, ധാന്യങ്ങളില്ല. അപ്പൊ ആളുകൾ പറയുന്നത് കേട്ട് ഈജിപ്തിലെ രാജാവ് ആളുകൾക്കൊക്കെ എല്ലാവർക്കും ധാന്യങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന വാർത്ത കേട്ട് യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ കിണറ്റിലിട്ടിരുന്ന അതേ സഹോദരങ്ങൾ ധാന്യം തേടിക്കൊണ്ട് ഈജിപ്തിലേക്ക് വരുന്നു. അന്ന് ഈജിപ്തിന്റെ ഭരണാധികാരി ഇവർ കിണറ്റിലിട്ടിരുന്ന ഈ യൂസുഫാണ് അലൈഹിസ്സലാം. അപ്പൊ അവരൊന്നപ്പോ ഒറ്റ നോട്ടത്തിൽ തന്നെ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന് മനസ്സിലായി ഇതെന്റെ സഹോദരങ്ങളാണ് എന്ന്. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അവിടെയുണ്ട്, ഞാനത് വിശദീകരിക്കുകയല്ല. അവസാനം ഇത് യൂസുഫ് നബി അലൈഹി ഇസ്ലാം തങ്ങൾ കിണറ്റിലിട്ട യൂസുഫ് തന്നെയാണ് ഞങ്ങളുടെ മുമ്പിലെ ഇന്നത്തെ ഈജിപ്തിന്റെ ഭരണാധികാരി എന്ന് ഈ 10 സഹോദരങ്ങളും മനസ്സിലാക്കിയപ്പോൾ അവർ ഈ രാജാവിന്റെ മുമ്പിൽ പേടിച്ച് വിറച്ചിരിക്കുകയാണ്. ആരാന്ന് നോക്കണം, കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങളെ എന്തും ചെയ്യാനുള്ള പട്ടാള അധികാരത്തോടുകൂടെ നിൽക്കുമ്പോൾ തലകുനിച്ച്
കുനിച്ചുകൊണ്ട് 10 സഹോദരങ്ങളും നിൽക്കുമ്പോ ആ സഹോദരങ്ങളോട് യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞത് ലാ തസ്രീബ അലൈക്കുമുൽ യൗമ യഗ്ഫിറുല്ലാഹു ലക്കും, ഇന്നത്തെ ദിവസം നിങ്ങളോട് പ്രതികാരങ്ങളില്ല സഹോദരങ്ങളെ, നിങ്ങൾക്കിതാ മാപ്പ് തരുന്നു സഹോദരങ്ങളെ, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ, അല്ലാഹു ആണ് ഏറ്റവും കരുണയുള്ളവൻ, അല്ലാഹു ആണ് ഏറ്റവും പൊറുക്കുന്നവനെന്ന് സ്വന്തം കിണറ്റിലിട്ട് കൊല്ലാൻ ശ്രമിച്ച സഹോദരങ്ങളുടെ മുഖത്ത് നോക്കി യൂസുഫ് നബി അലൈഹിസ്സലാം പറഞ്ഞ അതേ വാക്ക് തന്നെ നബി തങ്ങൾ പറയുന്നു ഈ ജനങ്ങളോട്. എന്റെ സഹോദരനായ, എന്റെ മുൻഗാമിയായ, എന്റെ ജ്യേഷ്ഠ സഹോദരനായ യൂസുഫ് തന്റെ സഹോദരങ്ങളോട് പറഞ്ഞത് തന്നെ നിങ്ങളോടും ഞാൻ ഇതാ പറയുന്നു. ജനങ്ങളെ, നിങ്ങളെല്ലാവരും മോചിതരാണ്, നിങ്ങൾ ആർക്കും ഒരു പ്രതികാരവുമില്ല, നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ പോവുക എന്ന് പറഞ്ഞ് സമാനതകളില്ലാത്ത കാരുണ്യത്തിന്റെ പുണ്യമായ വദനം അവർക്ക് തുറന്നു കൊടുത്തു ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ ജ്യേഷ്ഠനും അനിയന്മാരും കുടുംബങ്ങളും ഒക്കെ ഒറ്റപ്പെടുത്തുമ്പോ പിന്നീട് അവര് നമുക്ക് വരുമ്പോ ഈ സംഭവമാണ് എന്റെ ഉമ്മമാരെ നമ്മൾ ഓർക്കേണ്ടത്. നബി തങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള അധികാരം വന്നു, യൂസുഫ് അലൈഹി ഇസ്ലാമിന് എന്തും ചെയ്യാനുള്ള അധികാരം വന്നു. പക്ഷേ ആ അധികാരം ഉപയോഗിച്ച് അവരെ നാമാവശേഷമാക്കാതെ അവർക്ക് മാപ്പ് കൊടുക്കുകയാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും നമ്മൾ പകർത്തേണ്ട തത്വങ്ങളാണ്. അതിനാണ് ഈ സംഭവങ്ങളൊക്കെ നബി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അഫ്വ് ചെയ്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. അഫ്വ് ചെയ്യുക, മാപ്പ് ചെയ്തു കൊടുക്കുക എന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ നല്ല സ്വഭാവത്തിന്റെ ഒരു ക്വാളിറ്റിയാണ്. അതൊരിക്കലും അവനെ താഴ്ത്തുകയല്ല, അവനെ ഉയർത്തുകയാണ് ചെയ്യുക. മാത്രമല്ല മറ്റൊരു ഹദീസിലൂടെ നബി തങ്ങൾ പഠിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇദാ വഖഫൽ ഇബാദു നാദാ മുനാദിൻ, അന്ത്യനാളിൽ അടിമകളൊക്കെ പുനരുജ്ജീവിപ്പിക്കുന്ന സമയത്ത് ഒരു വിളിയാളം കേൾക്കും, അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലം സ്ഥിരപ്പെട്ടവർ എഴുന്നേറ്റ് സ്വർഗത്തിൽ പോവട്ടെ. വിചാരണയില്ല അവർക്ക്, അള്ളാഹുവിന്റെ അടുക്കൽ പ്രതിഫലം സ്ഥിരപ്പെട്ടവർ എഴുന്നേറ്റ് പോവട്ടെ. അപ്പൊ ആളുകൾ ചോദിക്കും, ആരാണ് പ്രതിഫലം സ്ഥിരപ്പെട്ടവര്? അപ്പൊ പറയപ്പെടും ആളുകളോട്, ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തവരാരാണ്. ആരാണ് ജനങ്ങൾക്ക് മാപ്പ് കൊടുത്തവർ? ജനങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തവർ, അവരെ എന്തും ചെയ്യാനുള്ള അധികാരമുണ്ടായിട്ടും അവർക്ക് മാപ്പ് കൊടുത്തവരാരാ? ജ്യേഷ്ഠന് മാപ്പ് കൊടുത്തവർ, അനിയന് മാപ്പ് കൊടുത്ത ആളുകൾ, അതേപോലെ അയൽവാസിക്ക് മാപ്പ് കൊടുത്തവർ, ഭർത്താവിന് മാപ്പ് കൊടുത്തവർ, ഭാര്യക്ക് മാപ്പ് കൊടുത്തവർ. ഇങ്ങനെ ഏതെല്ലാം മാപ്പ് കൊടുക്കാനുള്ള തലങ്ങളുണ്ടോ, ഇങ്ങനെ മാപ്പ് കൊടുത്ത ആളുകൾ അവരെഴുന്നേൽക്കും. അങ്ങനെ അവരെല്ലാവരും ആയിരക്കണക്കിന് ആളുകൾ വിചാരണ കൂടാതെ സ്വർഗത്തിലേക്ക് കടക്കുമെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര സുന്ദരമായ ആശയങ്ങളാണ്. വാശിക്ക് ഇവിടെ സ്ഥാനമില്ല, വൈരാഗ്യങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല. സ്നേഹമാണ്, കരുണയാണ്, വിട്ടുവീഴ്ചയാണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്ന പാഠങ്ങളാണ് ഈ സംഭവങ്ങളിലൂടെയൊക്കെ നമ്മളോട് ഓർമ്മപ്പെടുത്തി തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു തൗഫീഖ് നമുക്ക് പ്രദാനം നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകമായി സുഖമില്ലാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ കഴിയുന്ന ആളുകൾ, ഉംറക്ക് പോയതായ സഹോദരിമാർ, സഹോദരങ്ങൾ, കുട്ടികളൊക്കെ ഉംറക്ക് പോയി പ്രത്യേകം ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. രോഗികളായി നമ്മുടെ ഈ സദസ്സിലിരിക്കുന്ന ആളുകൾ തന്നെ കാലുവേദനയായും അല്ലാതെയൊക്കെ വിഷമിക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല അവരുടെയൊക്കെ വിഷമങ്ങളെ, പ്രയാസങ്ങളെ ദൂരീകരിക്കുമാറാവട്ടെ. ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പൊന്നാനി അവിടെ മുമ്പ് ഞാൻ പലപ്പോഴും പറഞ്ഞതാണ്, വിഷമങ്ങളും പ്രയാസങ്ങളും ഒന്ന് പറഞ്ഞപ്പോൾ മഹാനവറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ മദ്ഹ് പറയാനും ആ മദ്ഹ് പറഞ്ഞ് അല്ലാഹുവിനോട് ദുആ ചെയ്യാനും അത് നിങ്ങളുടെ ആ വിഷമക്കുള്ള കാരണങ്ങളാകും എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലങ്ങളിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ മങ്കൂസ് മൗലിദ് പാരായണമൊക്കെ നടന്നിരുന്നത് ഇങ്ങനെയുള്ള വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ദൂരീകരിക്കാനാണ്. അതൊക്കെ ഇന്ന് വീടുകളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നൊക്കെ
അസ്തമിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിന് നമ്മളത് പാരായണം ചെയ്യുന്നത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. നമ്മുടെ വിഷമങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നാട്ടിലുള്ള ചില മുസീബത്ത് വിഷമങ്ങൾ അതെല്ലാം നീങ്ങിപ്പോകണം. അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഹബീബിന്റെ മദ്ഹിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും രോഗങ്ങളും പ്രയാസങ്ങളും ഒഴിവാക്കി തന്നെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وروي أن آمنة رأت حين وضعته صلى الله عليه وسلم نورا الله له قصور بصرى من أرض الشام. وروي أن آمنة قالت لما وضعت مددت لعيني لأنظر ولدي فلما رأه ثم وجدته في المخدع وهو مكحول مدهون مختون ملفوف بثوب من الصوف الأبيض ألين من الحرير يفوح الطيب من جنابه فجعلت أنظر إليه فإذا منادي ينادي يخفوه والنعي الناس. قالت فما كان غيبته وحضوره إلا كلمح البصر. ولما كنت متحيرة من ذلك ذنب ثلاثة نفر قد دخلوا علي كأن وجوههم أقمار وفي أيديهم إبريق من الفضة ومع الآخر طشت من الزبرجد الأخضر وفي يد الثالث حريرة بيضاء مطوية فنشرها فإذا هي خاتم يحير أعين الناظرين من شدة نوره. حمل بني وناوله لصاحب الطشت أنا أنظر إليه فغسله من ذلك الماء الذي في الإبريق 7 مرات ثم قال لصاحبه اختم بين كتفيه بخاتم النبوة فهو خاتم النبيين وسيد أهل السماوات والأرض أجمعين. وقيل لما ولد صلى الله عليه وسلم خمدت تلك الليلة نار فارس بعد الضرام ولم تكن خمدت قبل ذلك ب1000 أيام. وارتج إيوان كسرى وسقطت منه 14 شرفا وغالت بحيرة ساوى وأصبت أسنام الدنيا كلها منقوسا ورميت الشياطين من السماء بشهب الثواقب وانبلج سبوح الحق وبطل ما كان يعمله كل كاذب. وروي عن يحيى بن عروة أن نفرا من قريش كانوا عند صنم من أصنامهم قد اتخذوا ذلك اليوم عيدا من أيامهم ينحرون فيه الجزور ويأكلون ويشربون وقد عكفوا عليه يخوضون ويلعبون فدخلوا عليه فوجدوه مكبوبا على وجهه فانقروا عند ذلك عليه وردوه إلى حاله فانقلب انقلاب صاغر ففعلوا ذلك 3 وهو لا يستقيم. فلما رأوا ذلك أبدوا حزنا وتألما وأصبح العيد الذي كانوا فيه مأتما. فقال عثمان بن الحويرث ما له قد أكثر التنكسا إن هذا لأمر حدث وانشد وقلبه يسلى بالنار. صلى الله على محمد صلى الله عليه صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد يا ربي صل وسلم يا صنم العيد الذي صفى حوله صناديد من وفد بعيد ومن قرب صلاة وتسليم وأزكى تحيتي على المصطفى المختار خير البرية. تنكست مقلوبا فما ذاك كلنا فمن حزننا قد درت العير بالسحب. صلاة وتسليم على المصطفى المختار خير البرية. فإن كنت من ذنب أتينا فإننا نبوء بإقرار ونلوي عن الذنب. صلاة وتسليم وأزكى تحيتي
على المصطفى المختار خير البرية وإن كنت مغلوبا ونكست صاغرا فما أنت في الأوثان بالسيد الربي صلاة وتسليم وأزكى تحيتي خير البرية تردى لمولود أضاءت بنوره جميع فجاج الأرض خوفا من الرعب صلاة وتسليم وأزكى تحيتي على المصطفى المختار ونار جميع الفرس قد خامدت له وقد بات شاه الفرس في أعظم الكرب صلاة وتسليم وأزكى تحيتي الله على المصطفى المختار فيا لقصي ارجعوا عن ضلالكم وهبوا إلى الإسلام والمنزل الرحب صلاة وتسليم وأزكى تحيتي الله على المصطفى المختار خير البرية. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറാഹിമീനായ അൽമൽകുൽ ജബ്ബാറായ അല്ലാഹുവേ, ഇന്ന് ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടി പറഞ്ഞതിനെയും കേട്ടതിനെയും നീ കബൂലാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, മനുഷ്യന്റെ മനസ്സുകൾ സമ്മതിക്കാത്ത, താഴ്ന്നു കൊടുക്കാൻ ആരും ഒരുക്കമല്ലാത്ത ഈ കാലഘട്ടങ്ങളിൽ താഴ്ന്നു കൊടുത്താലും വിനയം കാണിച്ചാലും ബന്ധം വിച്ഛേദിച്ചവനോട് അങ്ങോട്ട് ബന്ധം ചേർത്താലുമുള്ള മഹത്വങ്ങൾ, ഗുണങ്ങൾ ഞങ്ങൾ പറഞ്ഞു. നിന്റെ ഹബീബ് പഠിപ്പിച്ചത്, പടച്ചവനെ ഈ ഗുണങ്ങളൊക്കെ ജീവിതത്തിൽ കൊണ്ട് നടക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഈ നല്ല ഗുണങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും തരണേ അല്ലാഹുവേ. ഞങ്ങൾ നിന്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ പെടുത്തണേ റഹ്മാനേ. ഒരാളോടും പകയും വെറുപ്പും വിദ്വേഷവും അസൂയയും ഇല്ലാത്ത നല്ല മനസ്സിന്റെ ഉടമകളാക്കണേ റഹ്മാനേ. അല്ലാഹുവേ, ഞങ്ങൾ ഇബാദത്ത് കുറഞ്ഞവരാണ്, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ മടിയുള്ളവരാ. ചെയ്യുന്ന അല്പാൽപമായ അമാലുകളിൽ നീ ഇഖ്ലാസ് തരണേ അല്ലാഹ്, ഇഖ്ലാസ് തരണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ എല്ലാവരും
വെള്ളിയാഴ്ചയും ഒരുമിച്ചുകൂടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നു. പടച്ചവനെ, ഇതൊക്കെ ഞങ്ങൾക്ക് ആഖിറം വിജയിക്കാനുള്ള കാരണങ്ങളാക്കണേ റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബറക്കത്തും തരാനുള്ള കാരണങ്ങളാക്കണേ അല്ലാഹുവേ. ഞങ്ങളോട് ഒരുപാട് പേര് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് രോഗത്തിലായി കിടപ്പുള്ളവർ ഹോസ്പിറ്റലുകളിലും വീടുകളിലും ഈ ക്ലാസ്സിലുമൊക്കെ വിഷമത്തോടെ കാലുവേദന, തലവേദന, നെഞ്ചുവേദന, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ അടക്കം പല വിഷമങ്ങളും ഉള്ളവരുണ്ട്. റബ്ബേ, എല്ലാവരുടെയും രോഗങ്ങളെ നീ ശിഫയാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രദാനം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഉംറക്ക് പോയ സഹോദരിമാര്, സഹോദരങ്ങൾ, കുട്ടികളുണ്ട്. മക്ബൂലും മബ്റൂറുമായ ഉംറ നിർവഹിച്ച് കുടുംബത്തിലേക്ക് വരാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഉദ്ദേശിച്ച് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ഉപ്പമാരും ഉമ്മമാരുണ്ട്. അല്ലാഹുവേ, അവർക്ക് എല്ലാ വഴികളും നീ എളുപ്പമാക്കി കൊടുക്കണേ റഹ്മാനെ. ആ പുണ്യഭൂമിയിൽ പോയി ഇഖ്ലാസോടെ അമൽ ചെയ്ത് ഞങ്ങളിലേക്ക് വരാനുള്ള തൗഫീഖ് കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ദുആന നീ സ്വീകരിക്കണേ അല്ലാഹുവേ, ഞങ്ങളുടെ വീടുകളിൽ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ ജമാഅത്തുകളിൽ, സമീപ ജമാഅത്തുകളിൽ ഐക്യവും പരസ്പര സ്നേഹവും നീ ബറക്കത്തും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളെ കൊണ്ടുള്ള സുഖവും സന്തോഷവും കാണാൻ കഴിയാതെ മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉമ്മ, ഞങ്ങളുടെ പ്രിയപ്പെട്ടതായ ഉപ്പ, ഞങ്ങൾക്ക് ഒരുപാട് ഭക്ഷണം തന്നിരുന്നവർ, ഈ സദസ്സിലൊക്കെ മുടങ്ങാതെ പങ്കെടുത്തിരുന്നവർ, ഈ പള്ളിക്ക് ചുറ്റും മറവിട്ട് കിടക്കുന്ന മുഅ്മിനീങ്ങൾ, അല്ലാഹുവേ, അവർക്കൊക്കെ നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അഫ്വ് ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ ദുആയുടെ പ്രതിഫലം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കൾ പല പള്ളിക്കാടുകളിലാണ്. അവരുടെ അർവാഹിലേക്ക് നീ എത്തിക്കണേ അല്ലാഹ്, നീ എത്തിക്കണേ അല്ലാഹ്. പടച്ചവനെ, അവരെയും ഞങ്ങളെയും നിന്റെ സുവരോഗ സ്വർഗത്തിൽ നീ ഒരുമിപ്പിക്കണേ റഹ്മാനെ. പടച്ചവനെ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്. ഞങ്ങൾക്ക് വേണ്ടിയും ദുആ ചെയ്യുന്ന സ്വാലിഹായ മക്കളെ, കുടുംബങ്ങളെ, ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു തലമുറയെ നീ നൽകണേ അല്ലാഹ്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അല്ലാഹുവേ, ഇന്നത്തെ ഈ മജ്ലിസിലേക്ക് ഭക്ഷണീരണി കൊണ്ടുവന്നതായ സഹോദരൻ എന്തുദ്ദേശം വെച്ചാണോ അത് കൊണ്ടുവന്നതെങ്കിൽ അവരുടെ ഉദ്ദേശം നിനക്കറിയാം. നീ വീട്ടിൽ കൊടുക്കണം റഹ്മാനെ. അവരുടെ മുറാദുകളെ വീട്ടണേ അല്ലാഹ്. അവരുടെ വീടുകളിലും കച്ചവടം, ബിസിനസ്, മഈശത്തിന്റെ വഴികളിലെല്ലാം ജീവിതത്തിലൊക്കെ നീ ബറക്കത്ത് കൊടുക്കണം റഹ്മാനെ. ഐശ്വര്യം കൊടുക്കണേ റഹ്മാനെ. കഴിഞ്ഞ ആഴ്ചകളിലും ഇനി അടുത്ത ആഴ്ചകളിൽ തരാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ അല്ലാഹുവേ, അവരുടെ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.